മലപ്പുറം ചേരാമ്പ്രയിൽ ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിന് UKG വിദ്യാർത്ഥിയുടെ പഠനം മുടക്കിയ പ്രധാന അധ്യാപിക. സ്കൂൾ വാഹനത്തിൽ കയറാൻ ഒരുങ്ങിയ 5 വയസ്സുകാരനെ ബസ്സിൽ കയറാൻ അധ്യാപിക അനുവദിച്ചില്ല. രക്ഷിതാക്കളെപ്പോലും അറിയിക്കാതെയാണ് കുട്ടിയെ വഴിയിൽ നിർത്തിയതെന്നും കുടുംബം പരാതി നൽകി. അന്ന് സാധാരണ പോലെ തന്നെ കുട്ടി യൂണിഫോമൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഓൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയാണ്, ഞങ്ങളെ സ്വന്തം വെല്ലിച്ചിൻ്റെ വീട് തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഓൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അമ്മ വരണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് നടന്നത്. കുറച്ച് ദൂരേ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് നേരം ബസ് വെയിറ്റ് ചെയ്ത് നിന്ന് ബസ് വന്നപ്പോൾ അവരെ മാത്രം കയറ്റി. ഇവനോട് പറഞ്ഞ് ഈ എൻ്റെ അമ്മ പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് നീ കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓൺ ദി സ്പോട്ടിൽ തന്നെ ഡ്രൈവർ HMനെ വിളിക്കാനുണ്ടായത്. അപ്പോൾ HM ചോദിച്ചു പാരൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പാരൻ്റ് ഇല്ല, എന്നാൽ ആ കുട്ടീനെ കയറ്റണ്ടെന്ന് പറഞ്ഞു. പൈസ തന്നിട്ടില്ല, കയറ്റണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇട്ട യൂണിഫോമും ബാഗും ഒക്കെ തോളിട്ട് തന്നെ അവിടുത്തെ വയസ്സായ ഒരു വല്യമ്മ ആ കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ജംഷീർ കൊടിഞ്ഞുണ്ട് വിവരം നൽകാനായി. ജംഷീർ, നോക്കൂ, ഒരു കുഞ്ഞിന്റെ മനസ്സിൽ എത്രത്തോളം നോവായിരിക്കും ആ സംഭവം എന്നുള്ളത്. ഈ പ്രധാന അധ്യാപിക ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? അവരുടെ ഒരു ന്യായീകരണം എന്താണ് ശരിക്കും? അജി, ഇതിനകത്ത് പ്രധാന അധ്യാപിക ഒരു ന്യായീകരണം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വിശദീകരണം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഈ ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് സ്കൂളിലെ മറ്റു അധ്യാപകരും അതോടൊപ്പം തന്നെ PTA ഭാരവാഹികളും ഒക്കെ അംഗീകരിക്കുന്നുണ്ട്. അതൊരു തെറ്റു പറ്റിപ്പോയതാണ് എന്നുള്ളത്. പക്ഷേ അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ മാപ്പ് പറയാനോ അല്ലെങ്കിൽ തെറ്റു പറ്റിപ്പോയി എന്ന് പറയാനോ ഇപ്പോഴും പ്രധാനാധ്യാപിക തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് തെറ്റാണെന്ന് മറ്റുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടും ഇത് ചെയ്ത പ്രധാനാധ്യാപികയ്ക്ക് അത് ബോധ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ അവരതിന് തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കുടുംബം പറയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് മറ്റു കുട്ടികൾക്ക് സാധാരണഗതിയിൽ യൂണിഫോം എല്ലാം ഇട്ട് ബാഗെല്ലാം ഇട്ട് വീടിന്റെ സമീപത്തുള്ള റോഡിലേക്ക് വന്ന് നിൽക്കുകയാണ് ഈ കുട്ടി. കൂടെ മറ്റു കുട്ടികളുണ്ട്. അപ്പോൾ ബസ് കാത്തു നിൽക്കുന്നു. ബസ് വരുന്ന സമയത്ത് മറ്റു കുട്ടികളെല്ലാം കയറി. അപ്പോഴാണ് ഈ കുട്ടി കയറാൻ നിൽക്കുമ്പോഴാണ് ഡ്രൈവർ പറയുന്നത് ഈ കുട്ടി കയറണ്ട, കുട്ടി സ്കൂളിൽ ബസ്സിന്റെ ഫീസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കയറണ്ട എന്ന് നിർദ്ദേശമുണ്ട് എന്ന് പ്രധാനാധ്യാപികയുടെ നിർദ്ദേശമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഡ്രൈവർ പ്രധാനാധ്യാപികയെ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ഈ കുട്ടി വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഉടൻ തന്നെ പ്രധാനാധ്യാപിക ചോദിക്കുന്നത് കുട്ടിയുടെ കൂടെ പാരന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ആ കുട്ടിയെ കയറ്റാതെ പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളെല്ലാം കയറിപ്പോയി. ഈ കുട്ടി തനിച്ചായി റോട്ടിൽ നിൽക്കുന്നു. 5 വയസ്സുള്ള ഒരു UKG വിദ്യാർത്ഥിയാണെന്ന് കൂടി ഓർക്കണം. ഈ കുട്ടി കരയാൻ തുടങ്ങി. അങ്ങനെയാണ് സമീപത്തെ ഒരു ബന്ധുവായ അവരുടെ ഒരു വല്യമായിട്ടുള്ള ബന്ധുവായ ഒരു സ്ത്രീ ഇത് കാണുന്നതും കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് വരുന്നു. ഈ സമയം കുട്ടിയുടെ കൂടെ രക്ഷിതാക്കളിലെ കുട്ടി മറ്റു കുട്ടികളുള്ളത് കൊണ്ട് തന്നെ തനിച്ച് അവിടെ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. കുട്ടികളുള്ളത് കൊണ്ട് ആ ധൈര്യത്തിലാണ് മാതാപിതാക്കൾ ഇങ്ങോട്ടേക്ക് വരാതിരുന്നതും. സ്വാഭാവികമായും അവരുടെ കൂടെ കയറി പോകുമെന്നുള്ള ഒരു വിചാരമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ ബസ്സിൽ അവരെ കയറ്റില്ല എന്നല്ല, കുട്ടി അവിടെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ബന്ധു എത്തിയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഈ സംഭവം പറഞ്ഞതോടെ കുട്ടിയുടെ മാതാവും ബന്ധുക്കളും ഒക്കെ സ്കൂളിൽ എത്തുകയും ഈ ഫീസ്, അതായത് 500 രൂപ 1000 രൂപയാണ് ഫീസ്. 500 2 മാസത്തെ ഫീസാണ്. കുട്ടിയുടെ പിതാവ് ഗൾഫിൽ ആണ് ജോലി ചെയ്യുന്നത്. അവിടെ വിസ ക്യാൻസലായി അല്ലെങ്കിൽ വിസ ക്യാൻസലായി